ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രമിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കഥയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി ചേർന്ന്. വർഷ വരുന്നില്ല കേട്ടോ ഇപ്പൊ തൽക്കാലം നമ്മുടെ ശ്രീകാന്ത് ആണ് വരുന്നത്. വർഷ കാറിനകത്ത് തന്നെ ഇരിക്കുകയാണ്, കാറിന്റെ വെളിയിലൊന്നും ഇറങ്ങുന്നില്ല ഇന്നത്തെ സീനില്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ വന്ന് വിക്രത്തിനോട് ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. വേറൊന്നുമല്ല, ഒരു 10 ലക്ഷം രൂപ കൊടുത്തിട്ട് വേദയെ തിരിച്ചെങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കണം. അതുപോലെ തന്നെ വിക്രത്തിനോട് കുറച്ച് ദിവസത്തേന്, അല്ലെങ്കിൽ കുറച്ച് മാസത്തേന്, അല്ലെങ്കിൽ കുറച്ച് വർഷത്തേന് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണം. അപ്പൊ ഇതാണ് നമ്മുടെ വിക്രത്തിനോട് ആവശ്യപ്പെടുന്നത്. വിക്രം എന്താ ചെയ്യുന്നത്? ആ പൈസ മേടിക്കുക തന്നെയാണ്. ആ പൈസ മേടിച്ചിട്ട് അവൾ എങ്ങനെയും എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീട്ടിലേക്ക് വരുന്നു. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ നന്ദിനിയുടെ ഹസ്ബൻഡ് നിൽപ്പുണ്ട് കേട്ടോ. നന്ദിനിയുടെ ഹസ്ബൻഡും ഇതിന്റെ കൂടെ കൂട്ടു നിൽക്കുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരനും കൂടെ ചേർന്ന് തന്നെയാണ് ഈ ഒരു പദ്ധതിയും പരിപാടിയും ഒക്കെ ഒപ്പിക്കുന്നത്. പക്ഷെ വിക്രത്തിന്റെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ കഥയിൽ തിരിച്ചറിയാൻ പറ്റും. ഏതായാലും കഥയിലേക്ക് കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ രാധ ആയിക്കോട്ടെ വിക്രത്തിന്റെ മുമ്പിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ വിക്രത്തിനെ വിട്ടുകൊടുക്കില്ല, നിന്നെ അങ്ങനെ നീയും അവളും കൂടെ അങ്ങനെ ജീവിക്കില്ല ഒരിക്കലും. അങ്ങനെ വല്ലതും ജീവിക്കേണ്ടി വന്നാൽ ഞാൻ ചാകും, അല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭീഷണിപ്പെടുത്തി നിൽക്കുകയായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ വിക്രം പെട്ടെന്ന് കത്തി എടുത്തിട്ട്, നീ എങ്കിലും അങ്ങനെ കൊല്ല്, നീ ഇതിലും ഭേദം എന്നെ കൊല്ലുന്നത് തന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടു കൂടി രാധയോട് പറയുകയാണ്, നീ ഒന്ന് മനസ്സിലാക്ക്, നീ വിചാരിക്കുന്ന പോലെ എനിക്ക് നിന്നോട് പ്രേമവും പൊക്കോപ്പും മണ്ണാങ്കട്ടയും ഒന്നും ഇല്ല, അത് നീ ഒന്ന് ആദ്യം തിരിച്ചറിയ, എന്നിട്ട് നീ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പറഞ്ഞപ്പോ എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു നിന്നപ്പോഴാണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടെ ആ ഒരു സമയത്ത് വരുന്നത്. അപ്പൊ ശ്രീകാന്തിന്റെയും വർഷന്റെയും കൂടെ നമ്മുടെ വിക്രത്തിന്റെ ഏട്ടനും ഉണ്ട്, അതായത് നന്ദിനിയുടെ ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ പുള്ളിക്കാരൻ വിനായകൻ എന്നാണല്ലോ പുള്ളിക്കാരന്റെ പേര്. അപ്പം പുള്ളിക്കാരനും കൂടെ വരികയാണ്. അങ്ങനെ ശ്രീകാന്തിന്, അതായത് വേദയുടെ ആങ്ങളയ്ക്ക് നിന്നൊന്ന് കാണണം എന്നാണ് പറയുന്നത് എന്ന് പറയുന്നു. അപ്പം വിക്രം പറയുന്നുണ്ട്, ഇപ്പൊ എന്തിനാ എന്നെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, നമുക്ക് ഏതായാലും ഇത് ഇങ്ങനെ കൊണ്ടുപോയാൽ പോരല്ലോ. അപ്പൊ ശ്രീകാന്ത് ഇറങ്ങി വന്ന് നമ്മുടെ വിക്രത്തിനോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ വിക്രത്തിനോട് പറയുകയാണ്, വിനായകൻ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് ഒരിക്കലും ശരിയല്ല, അവർക്കും ഇവർക്കും യാതൊരു വിജയവുമില്ല, ഇത് വിജയത്തിന്റെയോ തോൽവിയുടെ കാര്യമൊന്നുമല്ല, ഞങ്ങളുടെ പെങ്ങളുടെ കാര്യമാണ്, അവളെ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വിട്ടയക്കണം, അതിനിപ്പോ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അതിനിപ്പോ വേറൊരു മാർഗവുമില്ല, നീ എങ്ങനെയെങ്കിലും ഈ നാട് വിട്ടു പോകണം, നീ ഈ നാട് വിട്ടു പോയി ഞാനൊന്ന് വേദന സെറ്റാക്കുന്നവരെ നീ ഒന്ന് നാട് വിട്ടു പോയിട്ട് അവളൊന്ന് സെറ്റാക്കി കഴിഞ്ഞ് അവൾക്ക് ഒരു വിവാഹമൊക്കെ കഴിച്ചു കഴിഞ്ഞ് നീ ഇങ്ങോട്ട് വന്നാൽ മതി, അതിനുള്ള പണവും തരാം എന്നും പറഞ്ഞ് 10 ലക്ഷം രൂപ എടുത്തു കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും ആദ്യം നമ്മുടെ വിക്രം പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാണമില്ലേ നിങ്ങളുടെ പെങ്ങൾക്ക് വിലയിടാനോ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ദേഷ്യപ്പെടുകയാണ്. ദേഷ്യം വന്നിട്ട് ശ്രീകാന്ത് പറയാണ്, നീ മിണ്ടാതിരിക്കുക, എനിക്ക് എന്റെ പെങ്ങളെ എങ്ങനെയെങ്കിലും, അത് ഏത് തരത്തിലാണെങ്കിലും എനിക്ക് എന്റെ പെങ്ങളെ തിരിച്ചു കിട്ടിയേ പറ്റൂ, ഞങ്ങളുടെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നമാണ്, അപ്പം വേദ എനിക്ക് തിരിച്ചു വേണം, അതിന് നീ ഒരു 10 ലക്ഷം രൂപ നീ എടുക്ക്, ഇപ്പം തൽക്കാലം ഇത് കുറഞ്ഞു പോയെങ്കിൽ ഇനിയും നിനക്ക് തരാം, ഇത് പൈസയായിട്ട് തന്നെയുണ്ട്, ഇനിയിപ്പൊ നീ ചോദിക്കുകയാണെങ്കിൽ എത്ര ലക്ഷമാണെങ്കിലും നിനക്ക് തന്നേക്കാം, നീ ഒന്ന് ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ വിക്രത്തിന്റെ കയ്യിൽ കൊടുക്കുന്നു. അങ്ങനെ വിക്രം പറയുക, ഏതായാലും അവള് വീട്ടിലുള്ളത് എനിക്ക് ഒരു അസ്വസ്ഥതക്കേടാണ്, എന്റെ കുടുംബത്തിന് സമാധാനക്കേടാണ്, എന്തായാലും ഈ പൈസ ഞാൻ ഇപ്പൊ മേടിക്കാം, നിങ്ങളുടെ പെങ്ങളെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നാ പോരെ, ഓക്കെ ഞാൻ വിട്ടു തന്നോളാം, ഈ ഡീലെങ്കിൽ ഈ ഡീല്, അവൾ എങ്ങനെയെങ്കിലും എന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി, ഞാൻ എന്തിനും തയ്യാറാണെന്ന് പറയാം. വിനായകനാണെങ്കിൽ സന്തോഷം വന്നു, വിനായകനാണെങ്കിൽ, ഇപ്പോഴാടാ നീ എന്റെ അനിയനായത്, ഏതായാലും രക്ഷപ്പെട്ടു, ദേ എനിക്കൊരു 5 രൂപയെങ്കിലും നീ തരണം കേട്ടോ, ബാക്കി പൈസ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, നീ അതിന്റെ അനിയനായതുകൊണ്ടാണ് ഞാൻ അത്രയും കമ്മീഷൻ മേടിക്കുന്നത്, ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അതിൽ കൂടുതൽ കമ്മീഷൻ മേടിച്ചേനെ, ഇതെല്ലാം സെറ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിനായകൻ വീണ്ടും നമ്മുടെ ശ്രീകാന്തിന്റെ കൂടെ കയറി പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാനായിരിക്കും പുള്ളിക്കാരന്റെ കൂടെ പോകുന്നത്. ഈ സമയത്ത് രാധയ്ക്കാണ് അങ്ങ് ഇഷ്ടപ്പെട്ടു. രാധ പറഞ്ഞു, ഏതായാലും സെറ്റ് ആയിട്ടുണ്ട്, ഇപ്പോഴാ വിക്രമേട്ടനായത്, ഏതായാലും വിക്രമേട്ടൻ നാട് വിട്ടു പോകുമ്പോൾ വിക്രമേട്ടന്റെ കൂടെ ഞാനും വരും, നമുക്ക് എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് ജീവിക്കണം, അല്ലെങ്കിലും ഇവിടുന്ന് പോകണമെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചത്, എന്റെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ദൈവം ഓരോന്ന് നടത്തി തരുന്നുണ്ടല്ലോ എന്നൊക്കെ പറയാ. ഇതൊക്കെ കേട്ടിട്ട് വിക്രത്തിന് കലി വരികയാണ് കേട്ടോ. അങ്ങനെ വിക്രം ചോദിക്കാൻ അവിടെ നിന്ന് കൂട്ടുകാരോട് ചോദിക്കാൻ, ഞാൻ എങ്ങനെയാണ് ഈ ഡെയിൽ ഉറപ്പിച്ചതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇത് കന്നന്തിരിവായി പോകുമോ എന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ ഇതിനേക്കാളും വലിയ കന്നന്തിരിവുകൾ ചെയ്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്, പിന്നെ ഇത് ഒരു കന്നന്തിരിവാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എന്താണെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയത്തില്ല. ആ ഒരു സമയത്ത് ഇതൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് കൂട്ടുകാരന്മാർ പറയുന്നത്. എങ്കിൽ പോലും കൂട്ടുകാരന്മാർക്ക് വേദന പറഞ്ഞു വിടുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ആ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ വേദ
വേദയുടെ വീട്ടിലല്ല, വിക്രത്തിന്റെ വീട്ടിൽ ഇങ്ങനെ തുണിയൊക്കെ അലക്കിയ കൂടുകയാണ്, സഹായിക്കുകയാണ് അമ്മയോടും ഏടത്തിമാരോടൊക്കെ ചേർന്ന്. നന്ദിനി അതിന്റെ പുറകെ നടന്ന് ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തിനാ ഈ വീട്ടിലെ ജോലി ചെയ്യുന്നത്, അച്ഛൻ ഇത് ഇഷ്ടപ്പെടില്ല, അച്ഛന്റെ ഡ്രസ്സ് നീ അലക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പറഞ്ഞു, എന്റെ ഭർത്താവിന്റെ ഡ്രസ്സ് എനിക്ക് അലക്കാലോ, അച്ഛന്റെ ഡ്രസ്സല്ലേ എനിക്ക് അലക്കാൻ പാടില്ലാത്തുള്ളൂ, എന്റെ ഭർത്താവിന്റെ ഡ്രസ്സ് എനിക്ക് അലക്കാലോ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ വേദ നേരെ ചെന്ന് വിക്രത്തിന്റെ അമ്മയോട് സംസാരിക്കുകയാണ്. അമ്മയെ ഞാൻ ഡ്രസ്സ് അലക്കി നോർത്തോണ്ട് എന്താ അമ്മ ഇത്ര കുഴപ്പമിരിക്കുന്നത്, അച്ഛൻ വരുമ്പോ ഞാൻ അങ്ങ് മാറിയാ പോരെ, നിങ്ങൾ ഈ വീട്ടിലൊരു അംഗമായിട്ട് എന്നെ കാണ്, ഞാൻ എന്നും ഇനി ഈ വീട്ടിൽ കാണുമല്ലോ, ഞാൻ ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ എന്ന് പറയുമ്പോൾ നീ എന്റെ മരുമകൾ തന്നെയാണ്, അതിപ്പോ വേറെ ആരെങ്കിലും അംഗീകരിച്ചില്ലെങ്കിലും ഞാൻ മോളെ നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു, പക്ഷെ അച്ഛൻ ഇതൊക്കെ കണ്ടാൽ വലിയ വിഷയം ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ അച്ഛൻ വരുമ്പോ ഞാൻ മാറിക്കോളാം എന്നൊക്കെ പറയാം. അപ്പൊ നന്ദിനിക്ക് ഇത് കാണുമ്പോഴത്തേക്കും കലി വരികയാണ് കേട്ടോ. നന്ദിനി ആണെങ്കിൽ ഇതെന്ത് കോപ്പാണോ ഈ പെണ്ണിന് ഇവിടെ പിടിച്ചു നിർത്താനായി ഈ അമ്മയുടെ വിചാരം, ഇവളെ ഒന്നും പറഞ്ഞു വിടുന്ന ലക്ഷണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നന്ദിനി നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ രാധ ഓടി എത്തുക. രാധ ആ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഇവിടെ പറയണമല്ലോ. അങ്ങനെ രാധ ഓടി എത്തിയപ്പോഴത്തേക്കുമാണ് നമ്മുടെ വേദ തുണിയൊക്കെ വിരിക്കുന്നത്. അപ്പൊ വേദേനെ കണ്ടത് രാധ പറഞ്ഞു, ഓഹോ നീ ഈ വീടിന്റെ അധികാരം പിടിച്ചെടുക്കാൻ തുടങ്ങി ഓടിയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, എനിക്ക് ഈ വീടിന്റെ അധികാരം പിടിച്ചെടുക്കേണ്ട കാര്യമില്ലല്ലോ, ഈ വീട്ടിലെ മരുമകളല്ലേ, അപ്പൊ എനിക്കിതെല്ലാം ചെയ്യണമല്ലോ എന്നിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും, നീ അധികം കാലം ഈ വീട്ടിലെ മരുമകളായിട്ട് വാഴത്തില്ലടി, എടി വിക്രമായിട്ട് നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാതെ ഇവിടെ ആരൊക്കെ നിന്നെ മരുമകളായിട്ട് അംഗീകരിച്ചാലും അതിനെന്താടി വിലയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചതേ, നിങ്ങളിങ്ങ് ഇറങ്ങി വന്ന് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രാധ വിക്രത്തിന്റെ അമ്മയെയും ജേടത്തിമാരെയൊക്കെ വിളിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. ടെറസിന്റെ മണ്ടയിൽ എങ്ങാണ്ടായിരുന്നു തുണി വിരിക്കുന്നത്. അപ്പൊ അതിന്റെ താഴേക്ക് ഇറങ്ങി ചെന്നു. അതിന്റെ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് വിവരം അറിയിക്കുകയാണ്. വേറൊന്നുമല്ല വിവരം പറയുന്നത്, ദേ ഇനിയിപ്പോ അധിക നാൾ ഈ വേതാളത്തിന്റെ ശല്യം ഇവിടെ ഉണ്ടാവില്ലമ്മേ, വേതാളത്തിനെ പറഞ്ഞു വിടാൻ പോവാ, അതുമല്ല ഞാനും വിക്രമേട്ടനും നാട് വിടാൻ പോവാന്ന്. ഇത് കേട്ടതും പേടിച്ചു പോയിട്ടോ നമ്മുടെ വിക്രത്തിന്റെ അമ്മ പേടിച്ചിട്ട് പറഞ്ഞു, എന്താ മോളെ നീ പറയുന്നത്, നാട് വിടാൻ പോവാന്നോ, ആരാ നിന്നോട് പറഞ്ഞത്? അത് പിന്നെ എന്നോട് ആരും പറഞ്ഞില്ല, ഒരു പ്ലാനും പദ്ധതിയൊക്കെ നടന്നിട്ടുണ്ട്. അതെ, ഇന്ന് വേദയുടെ ആങ്ങളെ ശ്രീകാന്ത് ഇല്ലേ, അയാള് കുറെ പൈസയൊക്കെ കൊണ്ട് വിക്രേട്ടന് കൊടുത്തായിരുന്നു. അത് മേടിച്ചിട്ട് വിക്രേട്ടൻ നാട് വിടാന്നാ പറഞ്ഞേ. എന്നെ കൂട്ടിക്കൊണ്ട് പോകത്തൊന്നുമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനേ ഏതെങ്കിലും ട്രെയിനിന്റെ പുറകെ കയറി അങ്ങ് പോകും, എന്നിട്ട് വല്ല ബോംബെയിലോ ചെന്നൈയിലോ എവിടെയെങ്കിലും ചെന്നിട്ട് ഞങ്ങള് സുഖമായിട്ട് ജീവിക്കും. ഏതായാലും വിക്രേട്ട ഉള്ള സ്ഥലത്തല്ലേ ഞാനും നിൽക്കേണ്ടത്, പിന്നെ അമ്മയോട് പറയാതെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞത്. ഇനിയിപ്പോ അവളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല, നോക്കിക്കോ. ഇപ്പഴേ എനിക്ക് സമാധാനം ആയതെന്ന് ചിലപ്പോ നീ എന്തൊക്കെ പിച്ചും പെയ്യോ പെണ്ണ ഈ വിളിച്ചു പറയുന്നത്, നീ എന്താ വിചാരിച്ചേക്കുന്നത്? ദേ അവന്റെ കഴുത്തിൽ താലി കെട്ടിയ പെണ്ണ അവള് ഉപേക്ഷിച്ചിട്ട് നിന്നെ കല്യാണം കഴിക്കണമെന്നോ? എന്താ രാധ നീ പറയുന്നെന്ന് ചോദിച്ചപ്പം, ഞാൻ പറയുന്നതാണോ തെറ്റ്? ഓഹോ, കാണിച്ചു കൂട്ടുന്നൊന്നും തെറ്റല്ല. വിക്രേട്ടന് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ വിക്രേട്ടന്റെ ജീവിതത്തിലേക്ക് എന്തിനാ അമ്മ തള്ളിവിടുന്നത്? പിന്നെ അമ്മയോട് ഇതൊക്കെ ഞാൻ പറഞ്ഞത് അമ്മയോട് പറഞ്ഞിട്ടല്ലേ ഞാൻ എല്ലാം ചെയ്യത്തുള്ളൂ, എനിക്ക് അമ്മയുടെയും കൂടെ അനുഗ്രഹം വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയാണ് കേട്ടോ. ഏതായാലും നന്ദിനി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, ഓഹോ അപ്പൊ ഏതായാലും ഇനിയിപ്പൊ രക്ഷപ്പെട്ടു, സെറ്റായി, ഇനിയിപ്പൊ പോകൂല അവൾ ഇവിടുന്ന്, ആശ്വാസമായി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ വിക്രം വരുവാ. അതിനു മുമ്പ് തന്നെ നമ്മുടെ വേദയുടെ മുത്തശ്ശീനെയും വേദയുടെ അമ്മേനെയൊക്കെ കാണിക്കുക. വേദയുടെ മുത്തശ്ശി വേദയ്ക്ക് വേണ്ടി ഇങ്ങനെ പൂജാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്താണ് വർഷയും ശ്രീകാന്തും ഒക്കെ കയറി വരുന്നത്. അങ്ങനെ വർഷയും ശ്രീകാന്തും ഒക്കെ കയറി വന്നിട്ട് വർഷയും ശ്രീകാന്തും പറയാണ്, ഏതായാലും ഇനി വേദ ഇവിടെ എത്താനുള്ള പരിപാടിയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ മുത്തശ്ശി ചോദിച്ചു, നിങ്ങൾ എന്താ നിങ്ങൾ ഈ കാണിച്ചേക്കുന്നത്? അതെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നൊന്നും ശരിയല്ല, അവളുടെ കഴുത്തിൽ താലി കെട്ടിയ ഒരു പുരുഷനാ, അവനെ ഉപേക്ഷിച്ചവിടെ അവള് വരിക എന്ന് പറഞ്ഞാല് പിന്നെ വലിയ പുരുഷൻ വന്നേക്കുന്നു. എപ്പോഴും അമ്മ ഏത് നേരവും പറയുന്നുണ്ടല്ലോ, വിക്രം നല്ലവനാണ്, വിക്രം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ, പക്ഷെ അവൻ വെറും ചെറ്റ. അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. ഏതായാലും ഇത് വർഷയുടെ ബുദ്ധി കൊണ്ട് കളിച്ചു, ഏതായാലും ഏറ്റു. ഇനിയിപ്പം വർഷയുടെ കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങൊക്കെ വരാൻ പോവല്ലേ, 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോകണം, അങ്ങനെ പല പല ചടങ്ങുകൾ. അതിന്റെ ഇടയ്ക്ക് പലരും ചോദിക്കുന്നതിന് ഉത്തരം ഞാനാ പറയേണ്ടത്. അതിനു മുമ്പ് വേദ ഇവിടെ എത്തണം, അതിനുവേണ്ടിയാ ഇതൊക്കെ ഞാൻ ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മുത്തശ്ശി ചോദിച്ചു, നീ എന്ത് കാര്യമാണ് ശ്രീകാന്തെ ചെയ്തത്, നീ എന്താ ചെയ്തത് അത് പറ. അത് പിന്നെ ഞാൻ വേറൊന്നും അല്ല ചെയ്തേക്കുന്നത്, അവനെ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്തു, ആ പൈസയിൽ അവനങ്ങ് വീണു. നിങ്ങൾ പറയാറുണ്ടല്ലോ അവൻ വലിയ സംഭവമാണെന്നോ തറവാടിയാണെന്നൊക്കെ, തറവാടിയായ അവനാണോ ഞാനൊരു 10 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തപ്പം അതിലും മയങ്ങി വീണത്. ഏതായാലും ഇനിയിപ്പം വേദയും അവനും തമ്മിൽ ഒന്നിച്ച് ജീവിക്കില്ല. നാളെ തന്നെ വേദ ഇവിടെ വരും. പിന്നെ ഇത് അച്ഛൻ അറിയാൻ പാടില്ല, അച്ഛന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ ആയി പോവും. പിന്നെ അച്ഛൻ ഈ പൈസ വെച്ച് കളിക്കുന്നൊന്നും ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് തന്നെ വേണ്ട, ഇത് അച്ഛൻ അറിയരുത്, ആരും ഇത് അച്ഛനോട് പറയരുത് എന്നൊക്കെ പറയാ.
ഏതായാലും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. നമ്മുടെ വേദ വരുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് ശ്രീകാന്ത്. പക്ഷെ അതിലേക്കാൾ വലിയ കളിയാണ് നമ്മുടെ വിക്രം കളിക്കുന്നത് കേട്ടോ. എന്തായാലും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവരും കാത്തിരിക്കുക. ബാലൻസ് കഥയുമായിട്ട്, അതായത് നാളത്തെ വിശേഷവുമായിട്ട് നമ്മൾ നാളെ രാവിലെ വരുന്നതായിരിക്കും. നോക്കട്ടെ, നമ്മൾ നാളത്തെ പ്രേമവിശേഷം കൂടെ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ കൂടെ ഒന്ന് പറയാമേ. നാളെ കാണാൻ പോകുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്രം വേദയുടെ അടുത്ത് എത്തുകയും വേദയോട് കാര്യം പറയുകയും ചെയ്യുകയാണ് കേട്ടോ. വേദയോട് പറയുകയാണ്, നിന്റെ അച്ഛനും നിന്റെ ആങ്ങളെയും നിനക്കിട്ടേക്കുന്ന വില വെറും 10 ലക്ഷം രൂപയാണടി. നാളെ കൊണ്ടോളിയെ, ഞാൻ പോലും ഇങ്ങനെയുള്ള ചീപ്പ് പരിപാടിക്ക് നിൽക്കില്ല. കാരണം ഞങ്ങൾക്ക് പൈസയുടെ വില അറിയാം. അതുകൊണ്ട് മാത്രമല്ല ഞാൻ പോലും ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടി ചെയ്യത്തില്ല. പക്ഷെ നിന്റെ അപ്പനും നിന്റെ ആങ്ങളെയും കൂടി നിന്നെ വിലക്കെടുക്കുന്ന പോലെ ആയി പോയില്ലടി വെറും 10 ലക്ഷം രൂപയ്ക്ക് എന്നൊക്കെ വന്ന് പറയുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ വേദ ഈ ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ വല്ലാണ്ടങ്ങ് ആവുകയാണ്. അങ്ങനെ വേദ ആ ഒരു പണവും മേടിച്ച് നേരെ കയറി വാതിലടച്ചകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പേടിച്ചു പറിച്ചിരിക്കുക, ഇനി വേദ തിരിച്ചു പോകുവോ, നമ്മുടെ വിക്രത്തിന്റെ അമ്മയ്ക്കൊക്കെ ചെറിയ വിഷമമുണ്ട്, ഇനി തിരിച്ചു പോകുമായിരിക്കുമോ എന്ന്. അവിടെ തന്നെ നമ്മുടെ രാധയും ഉണ്ട്. രാധയാണ് തിരിച്ചു പോകുന്നത് കാത്തു നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും തിരിച്ചു വന്ന് അവൾ പോയാൽ മതിയല്ലോ. റൂമിന് വെളിയിൽ ഇറങ്ങി വരുമ്പോഴേക്കും നമ്മുടെ വേദ ഒരു പുതിയ തീരുമാനം എടുക്കുന്നുണ്ട്. ഈ പൈസ ആരുടെ മുഖത്ത് വലിച്ചെറിയണം? വേദയുടെ അച്ഛന്റെ മുഖത്ത് വലിച്ചെറിയണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ശ്രീകാന്ത് ഇതിന്റെ ഇടയിൽ ഒരു കളി കളിക്കുന്നുണ്ട്. ശ്രീകാന്ത് നമ്മുടെ വിക്രത്തിനെ അങ്ങോട്ട് വൃത്തികെട്ടവനാക്കാൻ വേണ്ടി ഇതെല്ലാം വീഡിയോയിൽ പകർത്തിയിരുന്നു ഈ പൈസയൊക്കെ മേടിക്കുന്നത്. അപ്പൊ ആ ഒരു ക്ലിപ്പുമായിട്ട് വരികയാണ്. നിന്നെ സ്നേഹിക്കുന്ന നിന്റെ കെട്ടിയവനടി, നീ സ്നേഹിക്കുന്ന നിന്റെ കെട്ടിയവനാ ഒരു 10 ലക്ഷം രൂപ നിനക്ക് വേണ്ടി മേടിച്ച് അവന് വെച്ചിട്ടുണ്ട്. അവന് നാട് വിടാൻ പോവുക, അതൊന്നും നീ അറിഞ്ഞില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു. അങ്ങനെ ഒരു കളിയും കൂടെ നമ്മുടെ ശ്രീകാന്ത് കളിക്കുന്നുണ്ട്. അതും കൂടെയാണ് അതിന്റെ ഇടയ്ക്ക് പൊളിഞ്ഞു പോകുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷമായിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.